ഒരു 21-ാം തീയതി ദൃശ്യം ഇറങ്ങുന്നു, 22-ാം തീയതി ഈ പടം ഇറങ്ങും. ഒരു മാസം എൻ്റെ 2 പടം ഇറങ്ങുന്നത്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ അതിറങ്ങുക. ഈ പടമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ. പിന്നെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് പനോരമ സ്റ്റുഡിയോസ് ആണ് ഇതിന്റെ എടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു മലയാളം സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും അധികം സ്ക്രീനുകൾ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ ഏകദേശം 900 സ്ക്രീനുകൾ അത്രയാണ് ആലോചിക്കുന്നത്. അപ്പൊ 900 സ്ക്രീനുകളിലെങ്കിലും അജിത്തേട്ടന്റെ മുഖം വരും. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ഡെഫിനറ്റ്ലി. ഇപ്പൊ ദൃശ്യത്തിനെ പറ്റി പറയുമ്പോൾ ദൃശ്യം 2 വളരെ രസമായിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ജോർജ് കുട്ടിയായിട്ടുള്ള നിങ്ങളുടെ ഒരു കണ്ടുമുട്ടല്, അതായത് ലാലേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടനോട് നിന്ന് കറക്റ്റായിട്ട് ഇവിടെ വന്ന് കാണുന്നുണ്ട്, അത് സംസാരിക്കുന്നുണ്ട്. ചേട്ടനെ സഹദേവൻ കൊടുക്കാൻ നോക്കിയതാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഏരിയ. അതിൽ ആ ഒരു റിതം ഭയങ്കര കറക്റ്റാ, അതായത് വളരെ നാച്ചുറലാ ആ സീൻ. അതായത് ഒട്ടും ഏച്ചിട്ടില്ലാതെ ഒരാൾ നടന്നു വരുന്നു, മറ്റൊരാൾ നാച്ചുറൽ ആയിട്ട് മീറ്റപ്പ് ചെയ്യുന്നു. ഇതിനൊരു റിഹേഴ്സല് അല്ലെങ്കിൽ ഇതിനൊരു ടേക്കിന് മുമ്പ് ഒരു സംസാരം അങ്ങനെ നടന്നിട്ടുണ്ടോ? അത് ഭയങ്കര രസമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ അത് ലാലേട്ടൻ വരാൻ ഇച്ചിരി താമസമുണ്ട്, ഒരു ഡിലേ ഉണ്ട്. അവിടെ നിന്ന് ഡിലേ ഉണ്ട്. അപ്പം ജിത്തു സാർ പറഞ്ഞു നമുക്ക് റിഹേഴ്സൽ നോക്കാം പറഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് ആളല്ലേ ലാലേട്ടനോട്. ആദ്യത്തെ ഷോട്ട് എൻ്റെ പോലീസ് സ്റ്റേഷൻ, മറ്റേ അവരെ ചോദ്യം ചെയ്യണം, അതായത് ഫസ്റ്റ്. അപ്പോൾ ലാലേട്ടനുമായിട്ട് ആദ്യത്തെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഓക്കെ, അത് ചെയ്തു. അപ്പോഴേക്കും ലാലേട്ടൻ വന്നു. അപ്പോൾ ഇവിടെ എന്താ സീൻ മോനെ, ഇവിടെ എന്താ സീൻ, നമ്മളെ മോനെന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ കാര്യം ജിത്തു സാറ് എന്ന് പറഞ്ഞു. അപ്പോൾ പരിചയപ്പെട്ടു, ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. പിന്നെ വായിലെ വെള്ളവും പറ്റി നിൽക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കുക. അവരെ കാണുമ്പോൾ വേറെ കുഴപ്പമുണ്ട്, നമ്മുടെ മനസ്സിലെന്തോ പറയാൻ വന്നത് പുറത്തേക്ക് വരില്ല. അതന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു, ഞാൻ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോൻ ഇവിടെ നിന്ന് ഇറങ്ങിച്ചു. റോഡിൽ നിന്ന് ചെറിയൊരു തിട്ടുണ്ട്, അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ ആ കടക്കകത്ത് നിന്ന് ഇറങ്ങും. ഇപ്പം ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് പുള്ളിയെ, പിന്നെ അവിടെ നിന്ന് ഒരു ക്യാമറ വെച്ചു എന്നെ ഇങ്ങടെ ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ എഴുതി ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. പേടിച്ചാണോ എന്താണോ ഞെട്ടിപ്പോയ രീതിയിൽ അങ്ങ് ചെയ്തു. പക്ഷെ ഇതിനൊരു ടൈമിങ്ങും അളവൊക്കെ വേണം. അതെങ്ങനെ കടന്നു പോകുമ്പോൾ ഡയലോഗാ. പുള്ളി ഇങ്ങനെ വന്ന് വരുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഡയലോഗ് തുടങ്ങിക്കോളാം എന്നോട് പറഞ്ഞു. ഇറങ്ങുമ്പോ ഡയലോഗ് തുടങ്ങിക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാവുള്ളൂ. അപ്പൊ ഞാനിത് പറഞ്ഞു പോകുമ്പോ പുള്ളി മൈൻഡ് ചെയ്യാതെ കയറി പോവല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് ഒരു പുള്ളി നമുക്കിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിയായി അതിന്റെ സാധനം. ഈ ഫസ്റ്റ് ഡയലോഗും ഉണ്ടല്ലോ, ഈ സഹദേവൻ സാറ് കൊടുക്കാൻ നോക്കിയതാണല്ലേ, ആ ഡയലോഗ് തെറ്റിപ്പോയ ഒരു കഥ. അതെന്താണത്? അതായത് സഹദേവൻ സാറിന് അയ്യോ അത് മറന്നു. സഹദേവൻ സാറ് ചേട്ടനെ കൊടുക്കാൻ നോക്കിയതാണല്ലേ, അതാണ് ഡയലോഗ്. ആ ജോർജ് കുട്ടി സഹദേവനെ കൊടുക്കാൻ നോക്കിയല്ലെന്ന് പറഞ്ഞു. അതല്ല ലാലേട്ടൻ തന്നെ പറഞ്ഞു അതല്ലെന്ന്. അത് റിഹേഴ്സൽ നോക്കിയപ്പോഴാണ് ടേക്കിലല്ല, റിഹേഴ്സൽ നോക്കിയപ്പോ തെറ്റിപ്പോയി, ഡയലോഗ് മാറിപ്പോയി, തിരിഞ്ഞുപോയി. ജോർജ് കുട്ടി സഹദേവനെ കൊടുക്കാൻ നോക്കിയല്ലേ, അത് തെറ്റിപ്പോയി. ശരിയാ, അത് ഞാൻ മറന്നു കേട്ടോ. 3 വരുമ്പോ സമയത്ത് എല്ലാവർക്കും പിന്നെ ഒരു പ്രതീക്ഷ വരികയാണ്. എന്തായിരിക്കും അന്ന് സാക്ഷി പറഞ്ഞ ആളാണ്, അയാളുടെ ലൈഫ് 5 ലക്ഷം കൊണ്ട് മാറിയിട്ടുണ്ടായിരിക്കുമോ, ഭാര്യയായിട്ട് പിന്നെയും സെറ്റായോ, ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ 3 ഉണ്ടാവുമോ? അതൊക്കെ ചോദിക്കുന്നുണ്ടോ, അതൊന്നും ഞാൻ പറയത്തില്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഇത് ഭയങ്കര പണിയല്ല അവരതിനെ വഴി തിരിച്ചു വിടാൻ വേണ്ടി. പടം കാണുമ്പോ അറിയാമെന്നുള്ളത് പറയാൻ ആളുകൾ തന്നെ ചോദിക്കില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ട്രെയിലർ ലോഞ്ചിങ് ആയിരുന്നു ഇവിടെ ഹയാത്തിൽ. അപ്പൊ അവിടെ നമ്മളെ കാണിക്കുന്നുണ്ട്, ട്രെയിലറിലും ഉണ്ട്. പക്ഷെ പടത്തിന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലെന്ന് പുള്ളി പറഞ്ഞു. എഴുതി മേടിച്ചിട്ടുണ്ടോ പറയാൻ പാടില്ല? അല്ല, ജിത്തു സാർ നമ്മൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. എത്ര ദിവസം ഞാൻ ഇപ്പോഴാ പറയുന്നത് എന്നാന്നറിയാവോ, ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നത്. അത് ഈ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞിട്ടാ പറയുന്നത്, അല്ല അതിന് മുമ്പ് പറഞ്ഞില്ല. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? എനിക്ക് 14 ദിവസം. 14 ദിവസം ഷൂട്ടുണ്ട്. ആ ഷൂട്ട് കഴിഞ്ഞിട്ടാ ഞാൻ തെരക്കണ കൽപ്പനാരൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നു. എനിക്ക് അപ്പോഴാളുകൾ ചോദിക്കില്ലേ എവിടെ ഏത് ഷൂട്ടിൽ ഏത് സെറ്റിൽ തന്നെ ദൃശ്യം 3 അപ്പോഴാളുകൾ കൂടില്ലേ? അങ്ങനെയാണ്. അങ്ങനെ അപ്പം താടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് താടിയില്ല, പക്ഷെ പടത്തിനകത്ത് താടി.
ദൃശ്യത്തിലും താടി വെച്ച. ഇപ്പൊ ദൃശ്യത്തിലെ ക്യാരക്ടർ വളരെ ഇന്റലിജന്റാ. ആ ക്യാരക്ടർ, അതായത് സാറിനോട് നുണ പറഞ്ഞിട്ട് ഇടി മേടിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. എനിക്ക് 5 ലക്ഷം രൂപയാണെന്നുള്ള ഡിമാൻഡ് പറയുന്നത്. അതായത് ഒരു പക്ഷെ മലയാള സിനിമയിൽ അങ്ങനെ ഡിമാൻഡ് ഒക്കെ ചെയ്യുന്ന എന്നാൽ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല, വളരെ റെയറാ. അതായത് അയാൾക്കറിയാം അയാൾ ഇടിച്ചാൽ ഇവർക്ക് കാര്യം കിട്ടില്ല, അയാൾ പറയുന്ന പൈസ കിട്ടുമെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന, ഈ കണ്ണിങ് എന്നൊക്കെ പറയുന്ന ഒരാളാ. എന്തൊക്കെയാ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ദൃശ്യം 2 സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കണ്ണിങ് ആണ് ഇയാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്നോട് ജിത്തു സാറ് വിളിക്കുന്നത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടില്ലേ, അപ്പൊ അതിന്റെ തലേയിൽ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയിരിക്കുക. ദൃശ്യത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോ തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് മുണ്ട് കഴിച്ചു താഴെ. ഒരു മനുഷ്യന്റെ ജിത്തു ജോസഫാന്ന് പറഞ്ഞപ്പോ തന്നെ എഴുന്നേറ്റ് മുണ്ടടിച്ച് താഴെ. പെട്ടെന്ന് അജിത്തിന്റെ ഫോട്ടോ ഓർമ്മ ഇട്ട് തന്നെ പറഞ്ഞു. ഫോട്ടോ എടുക്കാണ്ട് നോക്കിട്ട് കൈ വരയ്ക്കുന്നു. സാറേ ഞാൻ നാളെ ഇട്ട് തരാം, സ്റ്റുഡിയോ പോയി. അന്നേരം പുള്ളി പറഞ്ഞു അത് വേണ്ട, ഞാൻ നാളെ തൊടുപുഴ വരുന്നുണ്ട്, വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ ഉള്ളൂ ഈ ഷൂട്ട് കിടക്കുന്ന. അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ലൊക്കേഷൻ നോക്കാൻ വന്നു. അങ്ങനെ ആ സാറ് ആ ജോർജ് കുട്ടിയുടെ വീടിൻ്റെ വരാന്തയിരുന്ന് എനിക്ക് എൻ്റെ കഥ മാത്രം പറഞ്ഞു തരും, മറ്റുള്ളവരൊന്നും പറയില്ല. ഇപ്പോഴും ബാക്കി കഥകളൊന്നും ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സ് എന്താണെന്നും ഒന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ മാത്രം. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നു ഇയാള് കണ്ണിങ് ആണ്, ഇയാള് സൂത്രക്കാരനാണ്, അങ്ങനെ പറഞ്ഞിരുന്നോ? അത് എന്നോട് പറഞ്ഞു. കാരണം പെട്ടുപോയി പുള്ളി, പെട്ട് ജയിലിൽ പോയിട്ട് വന്നതാണല്ലോ. പെണ്ണും പിള്ളേ ഉപേക്ഷിച്ചു പോയി, കൊച്ചും പോയി, അപ്പാടെ ഒരു രക്ഷയില്ല, ജീവിക്കാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ പുള്ളി കണ്ട ഒരു സാധനം പുള്ളി അത് കറക്റ്റ് പറയുവാണ് പോലീസുകാരോട്. അതല്ലേ പറഞ്ഞത് ഇതിൽ കൂടുതൽ പൈസ ഞാൻ ജോർജ് കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുമായിരുന്നു എന്ന് പറയുന്നു. ഭയങ്കര ഇന്റലിജന്റ് ആ ക്യാരക്ടർ. അതുപോലെ ആ ദൃശ്യം 2 ഇറങ്ങിയ ശേഷം അതിന്റെ ഡയലോഗുകളും ചേട്ടന്റെ സീൻസിലെ ഡയലോഗുകളും ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു, പ്രത്യേകിച്ച് റീലുകളില്. ക്ഷമ വേണം, സമയമെടുക്കും. ഇപ്പൊ മുഖ്യമന്ത്രിനെ തീരുമാനിക്കാൻ ഒരുപാട് ഡിലേ വരുമ്പോ ആളുകൾ പിന്നെയും പറയുന്നുണ്ട് ക്ഷമ വേണം, സമയമെടുക്കും. അതുപോലെ തന്നെ മറ്റേ ഡയലോഗ്, ഒരു 10,000 രൂപ അങ്ങോട്ട് തരുന്നോണ്ട് ഇടിക്കാൻ നിൽക്കുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അതെ, ഇത് രണ്ടും കണ്ടിരുന്നു ആ സമയത്ത്? പിന്നെ അത് കണ്ടിരുന്നു. അത് നമ്മളോട് അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്ഷമ സമയം എടുക്കുക? പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും ആൾക്കാർ പറഞ്ഞത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്. നമ്മുടെ ആ ക്ലിപ്പിംഗ്സ് ഒക്കെ ഷോറിൽ വരും, കാണിച്ച് കഴിയുമ്പോൾ ഞാൻ ചെല്ലും 2 വാക്ക് പറയണല്ലോ. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു വരും, സമയം എടുക്കും എന്നൊക്കെ വിളിച്ചു പറയും. അതൊക്കെ പറയും. ഇപ്പൊ ഈ ഒരു ഭാഷാ ശൈലി ഉണ്ടല്ലോ, ഇപ്പൊ വന്നായിരുന്നു പോയായിരുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ തന്നെ പല സമയത്തും നീ അങ്ങനെയാണോ നീ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ആ എന്ന് പറയുന്നതിന് പകരം അജിത്തേട്ടൻ ആം എന്നാ പറയുന്നത്. അതിനൊരു എല്ലാത്തിനും ഐഡന്റിറ്റി ഉണ്ട്. ഈ ഭാഷാ ശൈലി പോവാതെ എല്ലാ കഥാപാത്രങ്ങളും കൊണ്ടുപോവുക, അത് ഹെൽപ്ഫുൾ ആണ്, അതൊരു ബോണസ് ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ബോണസ് ആണ്. അതിനെന്ന് പറയട്ടെ, ഞാൻ ഈ ഡയലോഗ് പറഞ്ഞ് TV-യിലൊക്കെ ആയാലും വന്നാർന്നൊക്കെ ചെയ്തതാണ്, ഹിറ്റായി. പിന്നെ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയില്ല, മൂവാറ്റ, അതൊക്കെ സ്കിറ്റിലടിച്ച മൂവാറ്റ. തൊടുപുഴ എന്ന് പറയൂല, തുഴ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ദൃശ്യം 2-ല് സാധനം ചെയ്തു. അപ്പം പോലീസ് സ്റ്റേഷൻ എവിടെ കുഴിച്ചിട്ടെന്ന് പറയാ, സാറ് ഇരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ പറഞ്ഞപ്പോ ജിത്തു അങ്ങനെ പറയില്ല. ജിത്തു സാർ പറഞ്ഞു, അജിത്ത് എങ്ങനെ പറയുന്നേ? അങ്ങനെ പോലീസ് സ്റ്റേഷൻ, അത് നമ്മുടെ ഒരു ഭാഷയാ. അങ്ങനെ പോലീസ് സ്റ്റേഷൻ എന്നാ പറഞ്ഞേ. പോലീസ് സ്റ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറയൂല, പോലീസ് സ്റ്റേഷൻ പറയല, പോലീസ് സ്റ്റേഷൻ. ഇത് ശരിക്കും ഏത് സ്ഥലത്തായി സ്ലാങ് ആയത്? ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിന്റെ സൈഡ് വരും, കോട്ടയം ജില്ലയുടെ ഒരു സൈഡ് വരും, ഇടുക്കി ജില്ലയുടെ ഒരു സൈഡ് വരും, നടുക്ക് ഞാൻ കിടക്കും സങ്കരയിന. അപ്പൊ കൂടുതൽ ഇടുക്കിയുടെ ഒരു ഭാഗം, കോതമംഗലം. ഇടുക്കി ചില നേരത്ത് നോക്കുമ്പോ എറണാകുളം തോന്നും. അത്